താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് വധക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും. കോഴിക്കോട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. വിശദാംശങ്ങളുമായി റിയാസ് KMR ചെയ്യുന്നുണ്ട്. റിയാസ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് പരിഗണിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ഗുഡ് മോർണിംഗ് ആതിര. ഒരുപക്ഷെ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ മലയാളി മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു താമരശ്ശേരിയിലെ 15 വയസ്സുകാരൻ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസ് സംഘർഷത്തിനിടയിൽ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം. അതിലേക്ക് നയിച്ചത് വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടൽ ായിരുന്നു. അതിൽ തന്നെ 6 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ഹാജരാക്കി വെള്ളിമാട് കുന്നിലെ ജുവനൈൽ ഹോം പാർപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ റിമാൻഡിൽ കഴിയുന്ന 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ ജാമ്യാപേക്ഷ കോടതി പരിഗണിച്ചിരുന്നു. അന്ന് പക്ഷേ ഈ ഷഹബാസിന്റെ പിതാവ് ഇഖ്ബാൽ അതിനെതിരെ തടസ്സവാദം ഉന്നയിച്ചിരുന്നു. ഇവർക്ക് ജാമ്യം അനുവദിക്കരുത്, ഇവർക്കെതിരെ ചില രേഖകൾ സമർപ്പിക്കാനുണ്ട്, മാത്രമല്ല പ്രതികൾ പുറത്തിറങ്ങിയാൽ കേസ് സ്വാധീനിക്കപ്പെടാനും അട്ടിമറിക്കപ്പെടാനുമുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ആണ് ഈ ഷഹബാസിന്റെ പിതാവ് ഇഖ്ബാൽ പ്രധാനമായും തടസ്സവാദം ഉന്നയിച്ചിരുന്നത്. ഫെബ്രുവരി 28-നാണ് സംഘർഷത്തെ തുടർന്ന് ഷഹബാസ് കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. പിന്നാലെ ഈ 6 വിദ്യാർത്ഥികളെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ആദ്യം 5 പേരെയും പിന്നീട് ഒരാളെയും കസ്റ്റഡിയിലെടുക്കുകയും അവർക്ക് SSLC പരീക്ഷ എഴുതാൻ അനുമതി നൽകിയത് ഉൾപ്പെടെ വലിയ വിവാദമാകുകയും പൊതുസമൂഹത്തിൽ നിന്നുൾപ്പെടെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വലിയ രോഷത്തിനൊക്കെ കാരണമാകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതിനിടെയാണ് ഇവർ പിന്നീട് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് മുൻപാകെ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും അത് തള്ളുകയാണ് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഇരുന്നത്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് അത് തള്ളുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇവർ കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയെ ജാമ്യാപേക്ഷയുമായി സമീപിച്ചതും. കഴിഞ്ഞ ചൊവ്വാഴ്ച പരിഗണിച്ച കോടതി അത് അന്ന് ഷഹബാസിന്റെ പിതാവിൻ ഇഖ്ബാലിന്റെ തടസ്സവാദം പരിഗണിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയതും ഇന്ന് ഇവർക്ക് ജാമ്യം നൽകുമോ അതല്ല കൂടുതൽ രേഖകൾ ഇവർക്കെതിരെ ഷഹബാസിന്റെ പിതാവ് ഇഖ്ബാൽ ഹാജരാക്കുമോ തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ കാത്തിരിക്കുന്ന ഒരു കാര്യം. എന്തായാലും വലിയ തോതിൽ മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ഷഹബാസിൻ്റെത്. ആതിര.